ഡൽഹിയിലെ വനിതാ കമ്മീഷനെ ആം ആദ്മി സർക്കാർ തന്നെ തകർക്കുകയാണെന്ന് വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ സ്വാതി മലിവാൾ 2015 മുതൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ രൂപപ്പെടുത്തിയ സംവിധാനങ്ങളെ സർക്കാർ ആസൂത്രിതമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സ്വാതി മലിവാൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കത്തെഴുതി. 2015 ഡൽഹി വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തി 2024 ജനുവരിയിൽ സ്ഥാനമൊഴിയും വരെ നടത്തിയ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ സ്വാതി മലിവാൾ വിവരിക്കുന്നു. കഴിഞ്ഞ 8 വർഷക്കാലം 1.7 ലക്ഷം പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷന്റെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച 41 ലക്ഷം കോളുകൾക്കും പരിഹാരം കണ്ടെത്തി. കമ്മീഷന്റെ ഭാഗമായി 82 അഭിഭാഷകർ ലക്ഷക്കണക്കിന് പീഡന കേസുകൾ കോടതിയിൽ കൈകാര്യം ചെയ്തു. ഇങ്ങനെ കണക്കുകൾ നിരത്തി വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങളെ വിവരിക്കുന്ന സ്വാതി മലിവാൾ ഡൽഹി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളും തൊടുക്കുന്നു. ഇതുവരെ ഡൽഹി വനിതാ കമ്മീഷൻ ആർജിച്ച നേട്ടങ്ങളെ സർക്കാർ സംവിധാനത്തിലൂടെ ഒറ്റയടിക്ക് തകർക്കാൻ ശ്രമിക്കുകയാണെന്ന രാജ്യസഭാ അംഗം കൂടിയായ സ്വാതി മലിവാൾ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു. കമ്മീഷന്റെ ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളെ നിർജ്ജീവമാക്കുക മാത്രമല്ല, ആവശ്യമായ ഫണ്ട് അനുവദിക്കാതെ പ്രവർത്തനങ്ങളെ തടയുക കൂടിയാണ് സർക്കാർ ചെയ്യുന്നത്. മതിയായ ജീവനക്കാരെ നൽകാതെ ഉള്ള ജീവനക്കാരെ മാതൃ സർവീസിലേക്ക് തിരികെ വിളിച്ച് ഡൽഹി വനിതാ കമ്മീഷനെ ആസൂത്രിതമായി സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അതിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളിന് എഴുതിയ കത്തിൽ സ്വാതി മലിവാൾ ആരോപിച്ചു. ഇതോടെ സ്വാതി മലിവാൾ ആം ആദ്മി സർക്കാർ പോര് കൂടുതൽ രൂക്ഷതലത്തിലേക്കെത്തി. ജനം, ഡൽഹി.